അപ്പൊ തുടങ്ങാല്ലേ? മാന്യ മഹാജനങ്ങളെ, ഒരു സന്തോഷ വാർത്ത. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരുവല്ലയിൽ മത്സരിക്കുന്നത് സോഷ്യൽ മീഡിയ താരമാണ്, നമുക്കൊക്കെ പരിചിതമായ മുഖമാണ്, ചെകുത്താൻ എന്ന അജു അലക്സ് ആണ് വിചാരിക്കുന്നത്. പുകച്ചുരുളുകളുടെ മായാലോകത്ത് പറന്നു നടന്ന ചെകുത്താന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ബോധോദയമുണ്ടായി. അപ്പൊ എല്ലാവരുടെയും ചോദ്യം അല്ലെങ്കിൽ സംശയം, എന്തിനാണ് ഞാൻ മത്സരിക്കുന്നത്, ഉദ്ദേശം എന്താണ്, നിനക്കെന്ത് യോഗ്യത? അത് ശരിയാണ്. 8 നിലയിൽ പൊട്ടും, കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല, കുടുംബത്തിൽ നിന്ന് പോലും ഒരു വോട്ടും കിട്ടാൻ തരമില്ല, പിന്നെ എന്തിന് വൈ? ഇപ്പൊ ഇവിടെ മത്സരിച്ചവരും ഇതുവരെ ഇവിടെ ഭരിച്ചവരുടെയൊക്കെ യോഗ്യതയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ അത്രയൊക്കെ തന്നെ യോഗ്യതയല്ല, അതിൽ കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓ, ആദ്യം ശരി, യോഗ്യത കൂടുതലുള്ളതുകൊണ്ടാണ് മത്സരിക്കുന്നത്. ഇപ്പൊ പിടികിട്ടി. അപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ? പരസ്യപ്രചാരണമൊക്കെ ഉണ്ടോ? പരസ്യപ്രചരണം എന്ന് പറയാനായിട്ട് ഞാനങ്ങനെ ഫ്ലെക്സ് അല്ലെങ്കിൽ നോട്ടീസ്, പോസ്റ്റേഴ്സ് ഒന്നും താല്പര്യമില്ല. അത് വെറുതെ. താല്പര്യമൊക്കെ ഉണ്ടാവും, പക്ഷേ തോൽക്കാൻ വേണ്ടി ലക്ഷങ്ങൾ എന്തിനു ചെലവാക്കണം? എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൈക്ക് അനൗൺസ്മെന്റും പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇൻട്രാക്ഷൻസും ആയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒരു 8 മണി മുതൽ ലൈവ് കാണും. ആ ലൈവിലൂടെ ഞാൻ തിരുവല്ലക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാര്യങ്ങളാണ് പറയുന്നത്. അത് ശരി. അപ്പോൾ എന്തൊക്കെയാണ് താങ്കളുടെ പാർട്ടിയുടെ അജണ്ട, വാഗ്ദാനങ്ങൾ? പിന്നെ എന്താണ് ഉദ്ദേശം? എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ മത്സരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. മത്സരിക്കുക എന്നത് മാത്രമല്ല, മത്സരിച്ച് തോൽക്കുക കൂടിയാണ് ഉദ്ദേശം. ബാക്കി പറ. ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കറപ്ഷൻ മാത്രമാണ്. ഓ, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ കൊച്ചുകള്ളൻ. അടുത്തത് പോരട്ടെ. വികസനം വളരെ സ്വാഭാവികമായി നടക്കുന്ന സംഭവമാണ്. അതൊന്നും ഇവിടെ എലക്റ്റഡായി അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഭരണാധികാരികൾ അല്ലെ ഭരണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ കഴിവ് മാത്രമൊന്നുമല്ല. അല്ല, സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ ഇരുന്ന് തള്ളുമ്പോഴും മറ്റുള്ളവരെ തെറി വിളിക്കുമ്പോഴും നാട് താനെ വികസിക്കും. അത് നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ മലയാളികൾ ലോകമെമ്പാടും നടന്ന് പണിയെടുത്ത് വികസിപ്പിക്കുന്നതാണ്. അപ്പൊ അതിലെ ഈ പറഞ്ഞ അഴിമതികളും അനാസ്ഥകളും മാത്രമാണ് നമ്മുടെ പ്രശ്നം. എനിക്ക് ആ ഒറ്റ പ്രശ്നമേ സോൾവ് ചെയ്യാനുള്ളൂ. സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഇത് സിനിമയല്ലല്ലോ. ഒരു പാട്ട് സീൻ കഴിഞ്ഞാലുടൻ മുഖ്യമന്ത്രിയാകാൻ. ഇത് ഈ ഇലക്ഷന് ഇപ്പം മത്സരിക്കുന്നു, അടുത്ത ഇലക്ഷന് കൂടുതൽ സ്ഥാനാർത്ഥികൾ വരും, ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽസ്. ഞാനൊരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ ആണ്. മാങ്ങാത്തൊലി, നീ നടക്കുന്ന കാര്യം വല്ലതും പറ ബ്രോ. ഏതായാലും ഐറ്റം കൊള്ളാം, വെരി പവർഫുൾ. അങ്ങനെ പ്രത്യേകിച്ച് സംഘടനകളുടെ ഉദ്ദേശമോ ഒന്നുമില്ല. ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരു കാലത്ത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഭരിക്കുന്നൊരു കേരളത്തെ പറ്റി വേണമെങ്കിലൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അത് ഞാൻ എന്റെ പിള്ളേരും കുറച്ച് കഞ്ചാവ് വലിച്ചതാണ്. കഞ്ചാവോ? അതെന്താ തലക്ക് ചെവിയായിട്ടുണ്ട്? ഞങ്ങൾ കഞ്ചാവ് കോമ്പിനേഷൻ ഓഫ് ഹൈ പൊട്ടന്റ് ഹെറോയിൻ. ചെകുത്താൻ സങ്കല്പിച്ചു നോക്കി, ഇനി നമുക്കും സങ്കല്പിച്ചു നോക്കാം. കൊള്ളാം, ബ്യൂട്ടിഫുൾ.